തുമ്മലും പരിപാടിയൊക്കെ മനസ്സിൽ ഇഷ്ടപ്പെട്ടു. അപ്പം ശ്രീജിത്ത് ശ്രീജിത്ത് എന്നെക്കാളും ഒരു സെൻസുള്ള ഒരു നവരസയുടെ ഫിലിം മേക്കിംഗ് അഡ്വൈസറി ഫിലിം മേക്കിംഗാണല്ലോ. ശ്രീജിത്ത് പറഞ്ഞു ചേട്ടാ നല്ല സംഭവം തന്നെയാണ്, നമ്മൾ ഒന്നിച്ചുള്ളതെന്ന് പറഞ്ഞു. പിന്നെ ദൈവാധീനം പോലെ സ്റ്റോൺ ബെഞ്ച് നമ്മുടെ സിനിമയുടെ ഭാഗമായി. അങ്ങനെ എല്ലാവരുടെയും ഓരോരുത്തരെയും നല്ലൊരു ഹാർഡ് വർക്കും ഡെഡിക്കേഷനും കൊണ്ട് സ്ക്രിപ്റ്റിലുള്ള ഇവരുടെ ശേഷം ഷൂട്ടിംഗ് സമയത്ത് ഇവരുടെയൊക്കെ സാധാരണ ഫൈറ്റിലൊക്കെ ആണെങ്കിലും ഒരു അത്രയും സ്ട്രെയിൻ ചെയ്ത് മീനെ എല്ലാവരും ഓരോരുത്തരോടും ഞാൻ പേരെടുത്ത് പറയുന്നുണ്ട് കേട്ടോ. സാഗരം എല്ലാവരും ചെയ്ത് ഓരോരുത്തരെയും പ്രൊഡക്ഷനിലെ ആൾക്കാരെ അത്രയും ഞാൻ കുറേ അധികം പടം ചെയ്തില്ലെങ്കിലും അടുത്ത കാലത്ത് ഏറ്റവും എൻജോയ് ചെയ്ത് സന്തോഷത്തോടെ സമ്മാനത്തോടെ ചെയ്ത പടമാണ്. ആ എല്ലാവരുടെയും ഒരു ഭാഗത്ത് കൂടിയത്. எல்லாருக்கும் நன்றி. ரொம்ப பிபிஏபியாக வந்திருக்காங்க கார்த்திக் சார். வணக்கம் சார். இவங்க எல்லாம் என்னோட நண்பர்கள் மட்டும் இல்லை, என் சகோதரர்கள் மாதிரி. அதனால் எப்போ வேணாலும் பேசலாம், எப்போ பார்த்தாலும் நான் பேசுவாங்க. ഏതായാലും എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ഭയങ്കര സന്തോഷത്തോടുകൂടിയാണ് ഞാനിവിടെ ഇരിക്കുന്നത്. കാരണം എപ്പോഴും നമുക്കൊരു ഭയങ്കര വലിയ പടങ്ങളിലൊക്കെ അഭിനയിച്ച് കഴിയുമ്പോൾ നമ്മുടെയൊക്കെ പേരുകൾ പറയാൻ കുറച്ച് വൈകും. കാരണം വലിയ വലിയ താരങ്ങളുടെ കൂടെയൊക്കെ അഭിനയിച്ച് അപ്പോൾ ഞാൻ വിചാരിച്ചെല്ലാം കൊച്ചു പിള്ളേർ ശരിക്കുന്നത്. പക്ഷേ ഇവരെ പറ്റി ഞാൻ ഇതിന് മുമ്പും ഒരുപാട് കേട്ടിട്ടുണ്ട്. സാഗർ, ഗണപതി, ഈ പറയുന്ന ഏറ്റവും കൂടുതൽ ഞാൻ അടുത്തറിയുന്നത് അമീനെയാണ്. അമീൻ ഇങ്ങനെ ഞാൻ ഈ പടത്തിനകത്ത് അഭിനയിച്ചിരിക്കൊണ്ടിരിക്കുമ്പോഴേ എനിക്ക് തോന്നി രസമായിട്ട് അവരൊക്കെ നാച്ചുറലായിട്ട് ചെയ്യുന്നത് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി സത്യം. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ മക്കളോട് പലപ്പോഴും കഴിയും അമ്മ അവരൊക്കെ വേറെ പടങ്ങളിലൊക്കെ അഭിനയിക്കുന്നുണ്ട് എനിക്കറിയാം. അപ്പോഴാണ് പൃഥ്വി എന്നെ ഓർമ്മപ്പെടുത്തി, അമ്മയ്ക്ക് ഓർമ്മയില്ലേ സാഗറിനെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വന്ന് എൻ്റെ സന്തോഷം വന്നത് ഇങ്ങനത്തെ പടങ്ങൾ ഓടുമ്പോഴുണ്ട് ഞങ്ങളെപ്പോലെയുള്ള അമ്മമാർക്കൊരു അഭിമാനവും സന്തോഷമാണ്. കാരണം ഇതൊരു താരമൂല്യം കൊണ്ട് ഓടിയ പടമല്ല. ഒരു ചെറിയ സംഭവത്തിന് 2-2.25 മണിക്കൂറോ 2.5 മണിക്കൂറോ ഒരു സിനിമയാക്കി അതിമനോഹരമായിട്ടൊരു തിരക്കഥയുണ്ടാക്കി അത് പിന്നെ സ്ക്രിപ്റ്റാക്കി അതിലും ഗംഭീരമായിട്ട് സംവിധാനം ചെയ്തു. അതിലൊക്കെ ഉപരിയായിട്ട് എന്താ ക്യാമറ എഡിറ്റിങ്ങും. ഞാൻ പോലും ഒരു ഷോട്ടിൽ ഞെട്ടിപ്പോയി. അവസാനം വീണ്ടും കണ്ടാണെങ്കിൽ എന്നെ കണ്ടപ്പോൾ ഞാനും ഒന്ന് ഞെട്ടിക്ക് പോയി. അതാണ് അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ അത്ര മനോഹരമായിട്ട് ഈ പടം എടുത്തു. എനിക്ക് എപ്പോഴും ഇങ്ങനെ മെസ്സേജ് അയച്ചിരുന്ന വിദേശത്ത് വല്ലതും തോന്നുന്നില്ല. പക്ഷേ എൻ്റെ ഫോണിനകത്ത് 1000 മെസ്സേജ്. അതിനകത്ത് ഏറ്റവും വലിയ ഒരു അഭിമാനം എന്ന് പറയുന്നത് വിദേശത്തു നിന്നാണ് കൂടുതൽ മെസ്സേജുകൾ. ലണ്ടനിലൊക്കെ കൊച്ചിനെ കയറി ലേഡി പൃഥ്വിരാജൊക്കെ വിളിക്കുന്നുണ്ട്. അതിരുടെ അച്ഛനും അവരുടെ ഒരു സ്റ്റാഫ് മുഴുവൻ പോയിട്ട് ആദ്യം ടിക്കറ്റ് കിട്ടിയില്ല. അപ്പം അവരൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ വിചാരിച്ചെന്ന് വെച്ചാൽ സാധാരണ മമ്മൂട്ടി സാറും മോഹൻലാൽ സാറിനൊക്കെ പഠിത്തത്തിൽ ടിക്കറ്റ് ചിലപ്പോൾ ആദ്യത്തെ ദിവസം പെട്ടെന്ന് എന്നാൽ ഇത് 3 ദിവസം കഴിയാൻ അവർക്ക് ടിക്കറ്റ് കിട്ടിയത്. അപ്പോൾ അവരൊരു അപ്പം എന്തോ കാര്യമായിട്ട് ഈ പടത്തിലുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ കണ്ടപ്പോഴാണ് അറിയുന്നത് ഒരു ഫ്രെയിം പോലും ബോറടിക്കാതെ ആർക്കും ഇന്റർവെല്ലൊന്നും പുറത്ത് പോകണ്ട, പെട്ടെന്നങ്ങാട് കയറി വന്നാലോ പടം എന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ എല്ലാവരും ഇരിക്കുകയായിരുന്നു. അത്ര നല്ലൊരു പടം. ഇങ്ങനത്തെ പടമൊക്കെ വരുമ്പോൾ നമുക്കൊരു ഭയങ്കര ത്രില്ലാണ്. ഈ സ്ഥിരം കണ്ട സാധനങ്ങൾ എന്തിനാണ് അപ്പോൾ നമുക്ക് വലിയ 500 കോടി 400 കോടിയൊക്കെ മുടക്കി പടം ഇതുപോലത്തെ ഒരു 4-5 പടം എടുത്തിട്ട് ഒന്നത്തെ കാര്യം തുറന്ന് പറയാനുണ്ട്. ഇങ്ങനത്തെ പടങ്ങൾ ഓടാൻ പ്രേക്ഷകരും മാധ്യമങ്ങളും സഹായിക്കണം എന്നെങ്കിലേ ഇൻഡസ്ട്രി കണ്ടെത്തുള്ളൂ. പറയുമ്പോൾ ഡയലോഗ് ചിലർക്ക് എല്ലാം പറയാമെങ്കിൽ എത്ര പേരാണ് പറയുക ഈ തൊഴിലിൻ്റെ പുറകിൽ ജീവിക്കുന്നതിന്. അവരെ സംബന്ധിച്ച് ഈ ചിത്രങ്ങളുടെ എണ്ണം കൂടുമ്പോഴാണ് അവർക്ക് ജോലി കിട്ടുന്നത്. ഈ പടമൊക്കെ ഓടിക്കഴിഞ്ഞപ്പോൾ സത്യം ഞാനാണെങ്കിൽ ഞാനുള്ള ഏത് 2 സീനുണ്ടെങ്കിലും ശരി ഞാൻ റിലീസിൻ്റെ അന്ന് പോയി സകല ക്ഷേത്രത്തിലൊക്കെ പോയി തൊഴുത് ഭഗവാനെ ഈശ്വര കുറച്ച് കാശെങ്കിലും കിട്ടണേ. ആ പരിപാടിയൊന്നും ഇന്നില്ല. അതൊക്കെ ഞങ്ങളെപ്പോലെയുള്ള പഴയ അമ്മമാരുടെ ഒരു രീതിയാണെന്ന് രാവിലെ ഒന്ന് കുടിച്ച് തൊഴാൻ പോകുന്നതൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് വരുന്ന റിപ്പോർട്ടുകളും വിളിക്കുന്ന ആൾക്കാരുടെ എണ്ണം ഇങ്ങനെ കൂടി ഇത് ആരോട് എന്ത് ഉത്തരവാണ് പറയേണ്ടത് എനിക്കറിയാൻ വയ്യ. വിജയേഷിൻ്റെ പറയണോ, നിർമ്മാതാക്കളെ പറയണോ, അത് ഈ പറഞ്ഞിട്ട് തിരക്കഥയും പാട്ടും ക്യാമറയും എഡിറ്റിങ്ങും എല്ലാം കൂടെ നമ്മൾ പറഞ്ഞില്ല ഒരു സമഞ്ജസമായിട്ട് സമ്മേളിക്കുക. അത്ര പെർഫെക്റ്റ് ആയിട്ട് എല്ലാം കൂടെ ഒന്നിച്ചു കൊണ്ടുപോയ ഒരു പടം ഈ അടുത്ത കാലത്ത് ഞാനടക്കമുള്ള ഒരു കാണുന്നത് പടം വരും. എന്നെ സംബന്ധിച്ച് അടുത്ത പ്രധാനമായിട്ട് പറയാനുള്ളത് മാധ്യമങ്ങളാണ്. നിങ്ങൾ ഈ കുറച്ച് നല്ല കുട്ടികളായിട്ട് വരുന്നുണ്ട് മാധ്യമങ്ങൾ. നല്ല പടത്തിന് നല്ലതെന്ന് തന്നെ പറയുന്നുണ്ട്. വലിയ സന്തോഷമുണ്ട്. എന്തെല്ലാം പറഞ്ഞാലും ശരി ഒരു ഭാഗത്ത് മറ്റെന്തെങ്കിലുമൊക്കെ നടന്നോട്ടെ,
അത് നിങ്ങളുടെ തൊഴിലിൻ്റെ ഒരു ഭാഗമാണ്. അതിപ്പോൾ എത്ര വലിയ ചാനലായാൽ പോലും അതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ആ ഒരു ഇഷ്ടാനുസരണം കൊണ്ടൊക്കെ കുറച്ച് ചാനലൊക്കെ കളിക്കേണ്ടി വരും. അതൊന്നും നമുക്ക് സ്വാഭാവികമാണ്. പക്ഷേ നല്ലതിനെ നല്ലതെന്ന് പറയാനായിട്ട് നമുക്ക് ആരുടെയും ശുപാർശ വേണ്ടത് അല്ലേ? അപ്പോൾ ഞാൻ ഇപ്പോഴും പറയുന്നതാണ്, നല്ല ചിത്രങ്ങൾ വരുമ്പോൾ അതിൽ ആരും അഭിനയിച്ചില്ല എന്നുള്ളതല്ല, നല്ല ഒരു പടം ഒട്ടും ബോറടിക്കാത്ത രീതിയിൽ മനോഹരമായിട്ട് ഇറക്കിയിരിക്കുന്നു. ഇത് ഓടുന്നതിലൊരു തെറ്റുമില്ല എന്ന് തുറന്ന് ജനത്തിനെ അറിയിക്കാനുള്ളൊരു ബാധ്യത ഞാൻ ഈ സ്നേഹിക്കുന്നത്. എനിക്ക് നിങ്ങൾക്കറിയാം 53 വർഷമായി മാധ്യമങ്ങളിൽ വലിയ ചേച്ചിയാണ് ഞാൻ. നിങ്ങൾ കേട്ട് കാണുമല്ലേ, കേരളത്തിലെ 176 പേരുണ്ട്, എല്ലാ ചാനലും എല്ലാ പത്രവും സകലരുമുണ്ട്. ഫ്രണ്ട്സ് ആൻഡ് ഫോഴ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ്, എല്ലാ പഴയ ആൾക്കാരാണ്. ജോൺ മുണ്ടക്കാരൻ ഫറൂഖ് എല്ലാവരും ഇപ്പം തുടങ്ങിയതാണ്, ഇപ്പോഴും ഉണ്ട്. അതിനകത്ത് എല്ലാവരും കൂടുതൽ ആളുകളാണ്, പിന്നെ പെണ്ണുങ്ങളൊന്നോ ഈ വാർത്ത വായിക്കുന്നവരുമൊക്കെയാണ്. അതിലെന്നെ പിടിച്ചിരിക്കുന്നത് അതോടൊപ്പമെന്നൊക്കെ പറയുന്നതല്ലേ ഇരുത്തിയിട്ടുണ്ട്. ഞാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അതിന് തുറന്നു പറയും. അതിലും എല്ലാവരും ഒരേ സ്ഥലത്തിൽ ഇപ്പം കാണുന്നെങ്കിൽ പ്രകമ്പനം പോയി കാണുക, മനോഹരമായ ഒരു ചിത്രം. അപ്പം അത്ര യുണാനിമസ് ആയിട്ട് ഐക്യകണ്ഠേന അവരെല്ലാവരും ഈ പ്രകമ്പനത്തിനെ കുറിച്ച് തന്നെ അഭിപ്രായം പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും ഒരുപാട് നന്ദി, സ്നേഹവും കടപ്പാടുമുണ്ട്. നീ ഇതുപോലെ പ്രേതം പിടിച്ചപ്പോൾ വരണമൊക്കെ എന്നെ തന്നെ വിളിക്കണം, വേറെ വിളിക്കണ്ടേ. വിജേഷ് ഈ പ്രേതം കയറുന്ന അച്ഛന്മാരുള്ളത് വിളിക്കണേ. അതുകൊണ്ടല്ല മനുഷ്യൻ പറഞ്ഞെങ്കിലും നല്ല ഒരു പടം അഭിനയിച്ചു, അത് നന്നായിട്ട് ജനം ആക്സെപ്റ്റ് ചെയ്തെന്ന് പറഞ്ഞത് ഏത് പ്രായത്തിലും ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഒരു നിറവാണ് മനസ്സിൽ. അത് എന്നെ പോലെയുള്ളവർക്ക് അത് തുറന്ന് പറയാനും പോകുന്നു. അല്ലാതെ ഒരേ സമയത്ത് ചാടി 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 5 ഞങ്ങൾക്ക് വല്ലപ്പോഴും ഒരു പടം അഭിനയിച്ചു, പിന്നെ അടുത്ത വരുന്നതാവശ്യം എത്ര സീനുണ്ടെന്നല്ല, ആ 4 സീനാണെങ്കിൽ ആ പടം കണ്ടിട്ട് ഒരു നിങ്ങളാ മുഖത്തുള്ള ഘട്ട കൊള്ളാം എന്ന് പറയുമ്പോൾ നമ്മളെ ശ്രദ്ധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു അർത്ഥം. അതാണ് ഞാൻ പറയുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതേ പ്രൊഡക്ഷൻ കമ്പനിയിൽ ഇനിയും ജനത്തിന് ഇഷ്ടപ്പെടുന്ന ഇതുപോലെയുള്ള, കാരണം ഇതിൻ്റെ കഥ എന്താ ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു നിസ്സാര സംഭവത്തിലൂടെ വളർത്തു വരുന്ന ഒരു കഥയാണ്. ഹോസ്റ്റലിൽ താമസിക്കുന്ന കൊച്ചുമോനും കൂട്ടുകാരും എല്ലാം കൂടെ ഒരു ചെറിയ ഇൻസിഡൻറ്റിൻ്റെ പുറത്ത് പിന്നെ അങ്ങോട്ടൊരു കഥയുണ്ടാവുകയാണ് 2.5 മണിക്കൂർ സിനിമയായിട്ട്. അതൊക്കെ ഒരു വല്ലാത്തൊരു കഴിവ് തന്നെയാണ്. ഇതുപോലെയുള്ള വ്യത്യസ്തമായ സംഭവങ്ങൾ സിനിമയാക്കി പുറത്തേക്ക് കൊണ്ടുവരാൻ ഈ പ്രൊഡക്ഷൻ കമ്പനിക്ക് സാധിക്കട്ടെ. ആർട്ടി സുബ്രഹ്മണ്യൻ സാർ എല്ലാം തന്നെ ഞാൻ പറഞ്ഞ കാര്യമില്ലല്ലോ. അപ്പോൾ അതുപോലെ ഇവരുടെയൊക്കെയുള്ള ഒരു സഹകരണവും മേൽനോട്ടവും ഒക്കെ കൂടെ ഉണ്ടാകുമ്പോൾ എല്ലാം കൊണ്ടും ഐശ്വര്യവും സൗഭാഗ്യവും ഈശ്വരാധീനവും എന്നും ഉണ്ടാവട്ടെ. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. ഈ അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. ஸோ ரொம்ப சந்தோஷமான ஒரு மூமெண்ட். ஐ திங்க் லாஸ்ட் டைம் நான் கொச்சின் வந்தப்போ தேசியம் பிரகம்பனம் படத்தோட லான்ச் தான் வந்தோம். அந்த அப்போவே வந்து வி ஆல் அஸ் அ டீம் வி ஆர் ஆல் வெரி கான்ஃபிடென்ட் அபவுட் த ஃபில்ம். அந்த படம் வந்து கண்டிப்பாக பெரிய ஹிட் ஆகும் அப்படின்ற நம்பி தான் எல்லாருமே பண்ணிட்டு இருந்தாங்க. அண்ட் அன்னைக்கு ஸ்டேஜில் பேசும்போது கூட எவ்ரி ஒன் வாஸ் டெல்லிங் திஸ் வில் டெஃபினெட்லி திஸ் ஃபில்ம் வில் பி லவ் பை த ஆடியன்ஸ்னு. அதே மாதிரி இப்போ படம் ரிலீஸ் ஆகி ஒரு மிகப்பெரிய சக்ஸஸ். ஸோ கங்க்ராச்சுலேஷன்ஸ் ஹோல் டீம், கங்க்ராச்சுலேஷன்ஸ் டு த டிரெக்டர், த காஸ்ட் அண்ட் க்ரூ, ப்ரொடியூசர்ஸ், எவ்ரி ஒன், த எடிட்டர், சினிமாட்டோகிராஃபர், ஆர்ட் டைரக்டர், every casting will learn. So madam presents this adds a big value to the film. So எங்களுக்கு ஸ்டோன் பெஞ்சுக்கு I think this is one of the very important and prestigious ஒரு success this one. And I think all the credit goes to Karthikeyan because the படம் வந்து இனிஷியலாக ஒரு ஸ்டேஜில் இருந்தப்போ just by listening to the படத்தோட ஐடியாவை மட்டும் அவர் கேட்டுட்டு he said கண்டிப்பாக நம்ம வந்து இந்த படத்தில் அசோசியேட் ஆகணும், இந்த படம் கண்டிப்பாக பெரிய சக்ஸஸ் ஆகணும் அப்படின்ற மாதிரி ஒரு சொன்னார் அவர். அண்ட் தென் ரைட் ஃப்ரம் தட் டைம் ஐ திங்க் எவ்ரி திங் வாஸ் பாசிட்டிவ் அபவுட் திஸ் ஃபில்ம். படத்தோட மேக்கிங்காக இருக்கட்டும், படத்தோட ட்ரெய்லர், சாங் எல்லாமே வந்து பாசிட்டிவாக இருந்துச்சு. படத்தோட ரிலீஸ்மே ஹேட் வெரி வெரி குட் வைப். அண்ட் ஃப்ரம் த டைம் ஆஃப் ரிலீஸ் ஐ திங்க் த ரெஸ்பான்ஸ் வாஸ் சூப்பர். ஸோ as a team, as a member of this team, I'm happy to be part of this team. And thank you every press and media for all your support. And
படம் ஐ திங்க் தேர்ட் வீக் இன்னமும் ரொம்ப ஆல் ஹவுஸ்ஃபுல் ஷோஸ் எவ்ரிவேர் அண்ட் தென் நம்பர் ஆஃப் ஷோஸ்லாம் இன்க்ரீஸ் ஆகி நம்பர் ஆஃப் தியேட்டர்ஸ் இன்க்ரீஸ் ஆகி ரொம்ப சக்ஸஸ்ஃபுல்லாக போயிட்டுருக்கு அண்ட் ஈவன் இட் இஸ் ஹேவிங் வெரி குட் ரெஸ்பான்ஸ் இன் சென்னை பெங்களூர் அதர் ஸ்டேட்ஸ் ஆல்சோ அண்ட் ஐ திங்க் யூர் ஆல் பிளானிங் டு ரிலீஸ் இட் சூன் இன் தெலுங்கு அண்ட் தமிழ் டப்பிங் பண்ணி ரிலீஸ் பண்ணலான்ற மாதிரி ஐ திங்க் this concept will be a fun watch for any language audience and we are all hoping that even Telugu audience and Tamil audience also will do this film and all the very best to everyone and I'm so happy for Jason and the entire team. Thank you.